ഓഹരി വിപണിയിലും ഇൻഡസ്ട്രിയിലും പലവിധ വെല്ലുവിളികളാണ് ഓട്ടോമൊബൈൽ കമ്പനികൾ നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ ഫെബ്രുവരിയിലെ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ വാർഷികാടിസ്ഥാനത്തിലും പ്രതിമാസ അടിസ്ഥാനത്തിലും കുറഞ്ഞിരിക്കുന്നു. 7.19% കുറവാണ് കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി മാസം വെച്ച് നോക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ജനുവരി മാസത്തെ വെച്ച് നോക്കുമ്പോൾ 17.12% കുറവുണ്ടായിട്ടുണ്ട്. ഇതിൽ പാസഞ്ചർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ 10.34% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 വീലർ 3 വീലർ വാഹനങ്ങൾ, വാണിജ്യ വാഹനങ്ങൾ എന്നിവയുടെ വിൽപ്പനയും യഥാക്രമം 6.33%, 1.92%, 8.6% എന്നിങ്ങനെയാണ് കുറഞ്ഞിട്ടുള്ളത്. വിവിധ മേഖലകളിലെ പ്രകടനം നോക്കിയാൽ അർബൻ മേഖലയിലാണ് കൂടുതൽ ഇടിവുണ്ടായിരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങളുടെ ഇൻവെന്ററിയിലുള്ള അസന്തുലിതാവസ്ഥ വിൽപ്പന കുറയുന്നതിന് കാരണമായി. വിലയിൽ തുടർച്ചയായി മാറ്റങ്ങൾ കൊണ്ടുവന്നത് മറ്റൊരു കാരണമാണ്. ഡിമാൻഡിലുള്ള കുറവ് ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. പാസഞ്ചർ വാഹനങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. റീറ്റെയിൽ വിൽപ്പനയിൽ വലിയ കുറവ് വന്നിട്ടുണ്ട്. പുതിയ മോഡലുകൾക്കൊക്കെ ദുർബലമായ പ്രതികരണമാണ് ലഭിച്ചിരുന്നത്. പാസഞ്ചർ വാഹന വിഭാഗത്തിൽ ഇൻവെന്ററി അധികരിക്കുന്ന സാഹചര്യമാണ് റിപ്പോർട്ട് ചെയ്തത്. ഓഹരി വിപണിയിലെ സ്ഥിതി നോക്കാം. വിദേശ നിക്ഷേപകർ വലിയ തോതിലാണ് ഓട്ടോ ഓഹരികളെ വിറ്റഴിക്കുന്നത്. ഫെബ്രുവരിയിൽ അവസാന പകുതിയിൽ 3279 കോടി രൂപയുടെ ഓഹരികൾ FII വിറ്റഴിച്ചിട്ടുണ്ട്. 2024 16,000 കോടി രൂപയുടെ നിക്ഷേപം ഈ സെക്ടറിൽ നിന്നും പിൻവലിച്ചിട്ടുണ്ട്. ഓട്ടോ സെക്ടറിന്റെ വാല്യുവേഷൻ നോക്കാം. നിഫ്റ്റിയെ വെച്ച് നോക്കുമ്പോൾ ഓട്ടോ സൂചികയുടെ വാല്യുവേഷൻ പ്രീമിയം 37% നിന്നും 20% കുറഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി അതിന്റെ പീക്കിൽ നിന്ന് 16% ഇടിഞ്ഞപ്പോൾ ഓട്ടോ ഓഹരികൾ 27% ഇടിഞ്ഞത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലോങ് ടേം ഗ്രോത്ത് ഈ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കും. മാത്രമല്ല പല ഘടകങ്ങളും അനുകൂലമായി വരുന്നുണ്ട്. RBI പലിശ നിരക്ക് കുറച്ചത്, ഗ്രാമീണ മേഖലയിലെ തിരിച്ചുവരവ് ഒക്കെ ഇതിന് ഉദാഹരണമാണ്. പല ഓട്ടോ ഓഹരികളും വലിയ തോതിൽ ഇടിഞ്ഞ സാഹചര്യത്തിൽ അത് വാങ്ങാനുള്ള അവസരമായി കണക്കാക്കാമെന്ന് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു. ഓട്ടോ ഓഹരികൾക്ക് വിവിധ ബ്രോക്കറേജുകൾ സ്വീകരിക്കുന്ന സ്റ്റാൻസ് നോക്കാം. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് UBS ബൈ ശുപാർശ നൽകുന്നുണ്ട്. SUV ബിസിനസ്സിൽ മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് കണക്കാക്കുന്നു. ടാർഗറ്റ് വിലയായി 3300 രൂപയാണ് നൽകുന്നത്. ടാറ്റ മോട്ടോഴ്സ് ആണ് മറ്റൊരു ഓഹരി തുടർച്ചയായ 7 മാസവും ഇടിവിലായിരുന്നു. കമ്പനിക്ക് മോർഗൻ സ്റ്റാൻലി ഈക്വൽ വെയ്റ്റ് സ്റ്റാൻഡ്സ് ആണ് നൽകുന്നത്. ടാർഗറ്റ് വില 853 രൂപ. ഫെബ്രുവരിയിൽ US-ലെ കമ്പനിയുടെ ലാൻഡ് റോവേഴ്സ് വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ 79% വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രകടനം മെച്ചപ്പെടുന്നതിന്റെ സൂചനയായി ബ്രോക്കറേജ് വിലയിരുത്തുന്നു. മൂന്നാം പാദ റിസൾട്ടുകൾ വന്നതിന് പിന്നാലെ ഐഷർ മോട്ടോഴ്സിന് പ്രഭുദാസ് ലീലാധർ റേറ്റിംഗ് ഹോൾഡിൽ നിന്ന് അക്യുമുലേറ്റ് എന്ന സ്റ്റാൻസിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിരുന്നു. ടാർഗറ്റ് വില മുൻപ് 5332 രൂപ നൽകിയതിൽ നിന്നും 5764 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ UBS ഓഹരിയെ ബൈ ശുപാർശയിൽ നിന്നും ന്യൂട്രൽ സ്റ്റാൻസിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വർഷക്കാലത്തേക്കുള്ള ടാർഗറ്റ് വില 5950 രൂപയിൽ നിന്നും 5650 രൂപയാക്കി കുറയ്ക്കുകയും ചെയ്തു. പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മക്വേറി ഓട്ടോ ഓഹരികൾക്ക് നൽകുന്ന വ്യൂ നോക്കാം. TVS മോട്ടോഴ്സിന് ഔട്ട് പെർഫോം സ്റ്റാൻസ് ആണ് നൽകുന്നത്. 2904 രൂപയാണ് ടാർഗറ്റ് വില. എന്നാൽ ഹീറോ മോട്ടോ കോപ്പിന് ന്യൂട്രൽ സ്റ്റാൻസ് ആണ് സ്വീകരിച്ചിരിക്കുന്നത്. 4792 രൂപയിൽ നിന്നും 4292 രൂപയാക്കി ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബജാജ് ഓട്ടോയ്ക്ക് ഔട്ട് പെർഫോംസ് റേറ്റിംഗ് നൽകുമ്പോൾ 10299 രൂപയാണ് ടാർഗറ്റ് വില. ഐഷർ മോട്ടോഴ്സിന് ന്യൂട്രൽ സ്റ്റാൻസ് ആണ് നൽകുന്നത്. ടാറ്റ മോട്ടോഴ്സ്, മാരുതി സുസുക്കി എന്നിവയ്ക്ക് ഔട്ട് പെർഫോമൻസ് സ്റ്റാൻസ് നൽകുന്നുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്കും ഔട്ട് പെർഫോം റേറ്റിംഗ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഓഹരിയുടെ ടാർഗറ്റ് വില 3643 രൂപ.